He- ഇംഗ്ലീഷിലെ ആംപ്ലിഫൈഡ് വേർഷനിൽ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. For we do not have a high priest who is unable to sympathize and understand our weaknesses and temptations, but one who has been tempted, knowing exactly how it feels to be human in every respect as we are, yet without committing any sin. 16. Therefore, let us with the privilege approach the throne of grace, that is the throne of God's gracious favor, with confidence and without fear, so that we may receive mercy for our failures and find His amazing grace to help in time of need, an appropriate blessing coming just at the right moment. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതുകൊണ്ട് വരിക. Therefore come. ഹിന്ദിയിൽ ഇസ്ലിയെ ആവുന്ന ഇസ്ലിയ. Therefore come. അതുകൊണ്ട് വരിക. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, അങ്ങയുടെ വചനം മാറുകയില്ല. പറഞ്ഞവൻ വിശ്വസ്തനാ. ഈ പകൽ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. ഞങ്ങളുടെ വിഷയം അവിടത്തേക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവിടെ സംസാരിക്കുമല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനൊരു ഹിന്ദി പാട്ടിൻ്റെ അടി പാടിക്കോട്ടെ. ആർക്കൊരു വിരോധമില്ലെന്ന് വിചാരിക്കണം. ഇസ്ലിയെ ആവോ, therefore come. മാമച്ചൻ ബ്രദറിൻ്റെ സാക്ഷി സമയം നഷ്ടപ്പെട്ടു പോയി. യു ആർ ലേറ്റ്. അടുത്ത ആഴ്ച. ഇസ്ലിയെ ആവോ, തുझे यीशु बुलाता है, आवाज उसके सुनो, तुझे ढूंढने आया है वो, अपने दिल में उसे ले लो. മതി, ഞാൻ എഴുതുന്നതല്ല. തുझे യേശു, നിന്നെ യേശു വിളിക്കുന്നു. നിന്നെ അന്വേഷിച്ച് വന്നതാണെന്ന്. ഇതിലെ ഉസെ അപ്പന ദിൽമേൽ, നിന്റെ ഹൃദയത്തിലേക്ക് അവനെ അങ്ങ് എടുത്തോളാൻ. ഞാനങ്ങ് വിചാരിക്കുന്ന അങ്ങനെ, എന്നെ അന്വേഷിച്ച ഇന്ന് അവൻ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ. Therefore come. അതുകൊണ്ട് വരിക. ഉൽപ്പത്തിയുടെ ആരംഭത്തിലും ഏദൻ തോട്ടത്തിൽ ഒരു വിളിയുണ്ട്. മാനവജാതിയുടെ റെപ്രസെന്റേറ്റീവായി ഒന്നാമത്തെ മനുഷ്യനായ ആദാം, ആദാമേ ഇങ്ങു വാ, നീ എവിടാ? അവൻ ഇറങ്ങി വന്നു. അവിടെ നിൽക്കുന്നില്ല. കാരണം ഇന്നത്തേത് കഴിഞ്ഞ ആഴ്ച തന്നെയല്ല, ബാക്കിയാ. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ സമയം കളയുന്നില്ല. അതേ വിളി 50-ാം സങ്കീർത്തനത്തിൽ യഹോവ
അരുളി ചെയ്യുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു. ആരാ ഈ ഭൂമി? മണ്ണും കല്ല് വന്നോ? ഭൂനിവാസികൾ വിളിയാ. പക്ഷെ ഇത് ആദാമ്യ കുലത്തെ അല്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത അന്യപ്പെട്ടു പോയവരെയല്ല, ദൈവസഭയിലെ ഭക്തന്മാരെ വിളിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയുള്ളതാ. Therefore come. നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ വെറുതെ വെളിയിലുള്ളവരൊന്നുമല്ല, ഞാൻ തിരഞ്ഞെടുത്തു വേർതിരിച്ച കൂട്ടമാണ്. നിങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഞാനാ, നിങ്ങൾക്ക് മുൻപായി തിരശ്ശീലക്കപ്പുറത്തേക്ക് പോയവൻ. അത് മാത്രമല്ല, ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ പോലെ നിങ്ങളോട് കൂടെ ഈ ഭൂമിയിൽ പാപം കൂടാതെ ജീവിച്ചവൻ. അതുകൊണ്ട് വാ. എത്ര ഭംഗിയായിരിക്കുന്ന വാക്യം അല്ലയോ? 14, 15, 16 ഒന്നിച്ച് വായിക്കണം. അത് പ്രത്യേക പാരഗ്രാഫാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിങ്ങൾക്ക് മുൻപാകെ പോയി, നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. What is that acceptance? You are a child of God. നിങ്ങൾ ദൈവ പൈതലാ. നിങ്ങളെ വിളിച്ചു വേറെ സെപ്പറേറ്റ് പീപ്പിളാ, പെക്യൂലിയർ പീപ്പിളാ. നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Troubled heart, let not your heart be troubled. കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലത്തെ ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അവൻ്റെ അടുക്കൽ നിത്യതയിൽ കഴിയാനുള്ളവരായി ഇവരിയ്ക്കുന്നത്. സ്തോത്രം. ഇന്ന് വായിച്ച വാക്യം ചേർന്ന് പറയട്ടെ. തൻ്റെ ശിഷ്യൻ 13 യോഹന്നാൻ 13 മുതൽ 14:1 മുതൽ ശിഷ്യന്മാരോട് തന്നെയാ, അല്ലയോ? പുരുഷാരത്തോടുള്ള സംസാരം കഴിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതുപോലെ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അവൻ ഉപമ പറഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു മനസ്സിലാക്കി. യേശുവിന്റെ താല്പര്യം താൻ പറയുന്ന ജനം മനസ്സിലാകണം. മനസ്സിലായിട്ട് വേണം സ്തോത്രം പറയാൻ. സ്തോത്രം മനസ്സിലാക്കണം. എന്തോ പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഉപമകൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും അവൻ ആഗ്രഹിക്കുന്നു താൻ തിരഞ്ഞെടുത്തവർ അത് മനസ്സിലാക്കണം. സ്തോത്രം. എല്ലാ പുരുഷാരും കേട്ടു പോയി. അവര് പോയി, അവരുടെ പാട്ടിന് പോയി. അവരൊന്നും കർത്താവിനെ പിൻപറ്റിയില്ല. പക്ഷേ തനിക്ക് ബോധിച്ച ഒരു കൂട്ടമുണ്ട്, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത കൂട്ടമാ. മലയിൽ പോയി ബോധിച്ചവരെ വിളിച്ച് വേർതിരിച്ച് അവനോട് കൂടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത കൂട്ടമാ. ആ കൂട്ടം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, അതുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവരോട് പറയുക, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ വ്യാഖ്യാനിച്ചു തരാം. പിന്നെ അവൻ അന്ന് വൈകുന്നേരം പറയുന്നവൻ മാത്രമല്ല, പ്രാക്ടിക്കലി ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുവാൻ നടന്നു കാണിക്കുന്നവനും കൂടെയാണ്. എത്ര നല്ല ഗുരുവായില്ലയോ? ചിലതൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ പോവും. പല ഭാഷന്മാർക്ക് ഒത്തിരി പേരുണ്ട്, എന്തോ ഒരു തകർപ്പ. പക്ഷേ ജീവിതത്തിൽ അതില്ല. പലപ്പോഴും പറയും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാതെ പ്രസംഗിക്കരുത്.
ഈ സ്റ്റേജ് അതിനുള്ളതല്ല. സ്തോത്രം. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, താഴെ ഇരുന്ന സ്തോത്രം പോലും പറയാം. സൈച്ചൻ്റെ കാര്യമല്ലോ പറഞ്ഞു. താഴെ ഇരുന്ന മിണ്ടത്തിൽ കയറുമ്പോഴത്തേക്ക് എന്താ നിങ്ങളൊക്കെ മിണ്ടാത്തത്? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു സ്തോത്രം പറയുന്നേ. എന്നാൽ ഈ പുള്ളി ഇവിടുന്ന് എഴുതി താഴെ പോയത് മിണ്ടത്തില്ല. ഞാൻ അങ്ങനെയുള്ളവർക്ക് ചാൻസ് കുറച്ചേ കൊടുക്കാറുള്ളൂ. നിങ്ങൾ പിണങ്ങാനും പിണങ്ങില്ല. ചില വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, കയറിയപ്പോൾ ഇങ്ങനെ അവർ പറയും നിങ്ങളോട് ഡാൻസ് ചെയ്യുക. ഈ പുള്ളി അവിടെ നിന്ന് അനങ്ങത്തില്ല, ബാക്കിയുള്ളവർ പാടുമ്പോൾ. ഇതെല്ലാം സ്റ്റേജ് ഷോയാ, ആത്മീയ ശുശ്രൂഷയല്ല. ആത്മീയ ശുശ്രൂഷയ്ക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. സ്തോത്രം. പ്രാക്ടിക്കലായിട്ട് പറയുക, നിങ്ങൾ ഇത്ര നേരം കേട്ടില്ലേ, ഇനി ഈ ബോട്ടിനകത്തോടൊന്ന് കയറിക്കേ, നമ്മൾ ആക്കരായിരുന്നു പോവാം. യേശു ഉറങ്ങുമോ? ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങത്തുമില്ല, ഉറങ്ങത്തുമില്ല. പിന്നെ അവിടെ നിന്ന് എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് എ പ്ലാൻഡ് സെറ്റപ്പ്. ദൈവം ചിലപ്പോഴൊക്കെ നമ്മെ കൊണ്ടുപോകുന്ന വഴി നമുക്ക് പോലും മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പറഞ്ഞതൊക്കെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുക. പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു മടങ്ങി വരട്ടെ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പറഞ്ഞവന്റെ ഹൃദയമോ കലങ്ങിയതാ. വേദനയുള്ളവന്റെ വേദന അറിയത്തുള്ളൂ. കണ്ണുനീർ ഒഴുക്കുന്നവനെ കണ്ണുനീരിന്റെ വില അറിയത്തുള്ളൂ. ഹൃദയഭാരമുള്ളവനെ തകർന്നവരെ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ. എല്ലാവരും പറയും പോകത്തില്ല, ഓക്കെ ഞാനും പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ വിഷയം എൻ്റെ വിഷയമായി എടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അവരുമായിട്ടുള്ള തുലനം ചെയ്യുന്ന അനുഭവം വേണം. സ്വതം പറയണേ. ഒന്നാമത് അവന് പറ്റി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. യേശുവിൻ്റെ അവൻ ഈ 13:1 അവർ അവസാനത്തോളം ഇവൻ തെരഞ്ഞെടുത്തിട്ട് ഇനി കാര്യം നടത്തിക്കോ, ഇനി നിങ്ങൾ അങ്ങ് വന്നേരെന്ന് പറഞ്ഞ് പോകുന്നവനല്ല, അവസാനം വരെ സ്നേഹിക്കുന്നവനാ. നമ്മുടെ സ്നേഹം തണുത്തു പോയാലും അവൻ്റെ സ്നേഹം നടക്കത്തില്ല. അതിന് ഉദാഹരണമാണ്, ഞാൻ പിന്നീട് പറയാം, യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 20 അധ്യായം ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. കൺക്ലൂഷൻ വേള, കൺക്ലൂഡിങ് വേർഡ് കഴിഞ്ഞിട്ട് ഒരധ്യായം തുടങ്ങുക. ആർക്ക് വേണ്ടിയാ? കേവലം പത്രോസിന് വേണ്ടി. ആരാത്? കാരണം ഞാൻ അവനെ, ഈ 13:1 വാക്യാനുസാരത്തിൽ ഞാൻ പത്രോസിനെ അവസാനം വരെ സ്നേഹിക്കും. ഒരു സ്വതന്ത്രം മനസ്സിലായ സ്വതന്ത്രമാണ്. നിന്റെ വീക്ക്നെസ് കാണുമ്പോൾ നിന്നെ വിലയിരുത്തി താഴ്ത്തുന്ന ലോകത്തിൽ നിന്റെ വീക്ക്നെസ് കണ്ടോണ്ട് സ്നേഹിക്കുന്നവരുണ്ട്. ആരെയും വിധിക്കരുത് കേട്ടോ. വിധിക്കുന്ന കളവിലാൽ നിങ്ങൾക്കും വിധിക്കും. പത്രോസിനെ കൂടി എന്താ അവസാനത്തോളം സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു പെങ്കൊച്ചിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഓൻ പറയാം എനിക്ക് അവനെ അറിയത്തേ ഇല്ലെന്ന്. നമ്മളാണെങ്കിൽ സ്നേഹം അവിടുന്ന് കഴിയും. ആ പത്രോസിനെ സ്നേഹിപ്പാൻ വേണ്ടി ഒരധ്യായം പരിശുദ്ധാത്മാവ് ബൈബിളിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. നീയും ഞാനും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല കർത്താവിനെ സേവിക്കുന്നത്. പെർഫെക്റ്റ് ഒന്നുമല്ല.
പല ഏരിയയിലും വീക്ക്നെസ് വരുന്നവരാ വന്നിട്ടുണ്ട്. നാം മനുഷ്യരാണെന്ന് അവനറിയാം, നാം പൊടിയാണെന്ന് അവൻ ഓർക്കുന്നു. അതിൻ്റെ മധ്യേ നമ്മെ സ്നേഹത്തിന് കുറവില്ല, അവന് അവസാനത്തോളം സ്നേഹിക്കും. പക്ഷേ ആ ചാൻസ് മനസ്സിലാക്കി അവനോട് അടുത്ത് ചെന്നാൽ മതി. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഒന്ന്, ലാസറിന്റെ ഭവനത്തിൽ യേശുവിൻ്റെ ഉള്ളം കലങ്ങി. സ്നേഹിതന്റെ ഭവനത്തിൽ. അപ്പം നാമും ആരാ? നമ്മുടെ വിഷയത്തിലും അവൻ്റെ ഉള്ളം കലങ്ങുന്നുണ്ട്. വിശ്വസിക്കാമോ? നമ്മളൊരു കാര്യം ആരോടെങ്കിലും ഷെയർ ചെയ്താൽ നമ്മുടെ ഹൃദയഭാരം അനുസരിച്ച് അവിടുന്ന് മനസ്സിലാക്കത്തില്ല. മനുഷ്യരായതുകൊണ്ട് ആ ഒരു തെറ്റുമല്ലത്. പക്ഷെ ഉള്ളതുപോലെ അറിയുന്നവൻ നമ്മോട് ചേർന്ന് സഹകരിക്കുന്നവനാണ്. ഞാൻ പലപ്പോഴും പറയും, പ്രത്യേകിച്ച് ഫ്യൂണറൽ സർവീസിൻ്റെ മെസ്സേജ് പറയുമ്പോൾ ചില പറയാം, നമ്മൾ പ്രത്യാശയുള്ളവരാ, നമ്മൾ കരയരുത്, നമ്മൾ കണ്ണുതൊടുക്കരുത്, ഈ ആൾ മരിച്ചിട്ടില്ല, പുള്ളി ദൈവസന്നിധി. ഇതൊക്കെ ശരിയാ, 100%. പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ കരയും. ദാറ്റ്സ് ഓക്കെ. എന്താ കാര്യം? കരയുന്നവരോട് കരയുന്ന ഒരുവനെയാണ് നാം സേവിക്കുന്നത്. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ അടുത്ത നിമിഷം അവരുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നറിയാവുന്നവൻ യേശു കണ്ണുനീർ വാർത്തു എന്നെഴുതിയിരിക്കുന്നു. എന്താ കാര്യം? ഹൃദയം വേദനിക്കുമ്പോൾ മാറി നിൽക്കുന്നവനല്ല, ചിരിക്കുന്നവനല്ല, അവന്റെ വലിയ ബെടായി പറയുന്നവനല്ല, അവന്റെ സാഹചര്യം പറഞ്ഞ് അവനോട് കൂടെ ഉള്ളം നൊന്ത് കരയുന്നവനാ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ നിന്നോട് ചേർന്ന് സഹകരിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. സഭക്കാർ അറിഞ്ഞ വിഷയമുണ്ട്, സഭക്കാരും അറിയാത്ത വിഷയമുണ്ട്, പാസ്റ്റർ അറിയുന്ന വിഷയമുണ്ട്, പാസ്റ്റർമാർ അറിയാത്ത വിഷയമുണ്ട്, എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. അവൻ വിഷയം പറഞ്ഞ് ഹൃദയം വേദനിക്കുന്നു. രണ്ട്, യൂദയുമായുള്ള സംഭാഷണം. നിങ്ങൾക്കറിയാമോ, യൂദ അവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ യേശു ഉള്ളം നൊന്തു എന്നെഴുതിയിരിക്കുന്നത്. നമ്മളതൊക്കെ അത് ദൈവത്തിൻ്റെ സെറ്റപ്പാട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും എന്തിനവൻ ഉള്ളം നൊന്തത്? എൻ്റെ കൂടെ നടന്നിട്ടും നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. സ്തോത്രം. ദൈവങ്ങളെ, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ലോകത്തിന് പിന്നാലെ ഒരു ആത്മീയൻ പോയാൽ കൂട്ടു സഹോദരനേക്കാളും ശുശ്രൂഷകനെക്കാളും വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയമാണ്. നിങ്ങൾ മനസ്സിലായില്ല. കാരണം ഞാൻ പറയട്ടെ, ഒരു വ്യക്തി സഭായോഗത്തിന് കടന്നു വന്നില്ലെങ്കിൽ ശുശ്രൂഷനായി ഞങ്ങൾക്ക് പ്രയാസമാണ്. എൻ്റെ ഭാര്യ മാത്രമേ ആമേൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ മിക്കവാറും ഇരിക്കുന്ന കസേരയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്കറിയാം നിങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന്. അത് കാലിയായി കണ്ടാൽ പിന്നെ എൻ്റെ ദൈവമേ എന്താ ആ സഹോദരൻ വരാഞ്ഞ് എന്ന് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു, പലരും മെഗാ ചർച്ച അവരുടെ ആത്മീയം കൂടി മെഗാ എന്നും പോകുന്നതല്ല. അവർ ചെന്നാലും ചെന്നില്ലെങ്കിലും ചോദിക്കത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ വീട്ടിൽ മക്കൾ വന്നില്ലെങ്കിൽ അപ്പൻ ചോദിക്കും. ഒരു സന്തോഷം സ്വന്തം പറഞ്ഞാൽ ഇത് ശരിയാ പാസ്റ്റർ പറയുന്നു പറഞ്ഞാട്ട് പറയണ്ട. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തിനാ യൂദയുടെ അവന്റെ ആ സാഹചര്യം കണ്ട് ഇവൻ ഹൃദയം നൊന്തത്? ഇവനെയും ഞാൻ അന്ത്യം വരെ സ്നേഹിച്ചതല്ലേ? അങ്ങനെയാണ് ആ സ്നേഹത്തെ ഇഗ്നോർ ചെയ്ത ലോകത്തിലേക്ക് പോയാൽ യേശുവിനെ ഹൃദയം വേദനിക്കത്തില്ലേ?
ഒരുവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു പിന്മാറ്റക്കാരനോട് സ്വർഗം ദുഃഖിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി ദൈവം ഒരുക്കിയ സെറ്റപ്പാ നിങ്ങളുടെ ലോക്കൽ ചർച്ച്. അവിടുത്തെ കൂടി സഭായോഗം എന്ന് പറയുന്നത് സൺഡേ മോർണിംഗിലെ അല്ല, കുറഞ്ഞു അതെങ്കിലും ഒന്നാ. ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഇന്നലെ വൈകിട്ട് എന്താ പ്രസംഗിച്ചത്? എന്താ കാര്യം, വന്നില്ല. ദൈവാത്മാവ് സംസാരിച്ച വിഷയം ആരെങ്കിലും കേട്ടോ? ഞാൻ ആരുടെയും മുഖത്തൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ കാണുന്നില്ലെന്നുണ്ടോ ആരെങ്കിലും? ദൈവം ഒരുക്കിയ ചാൻസ് നിങ്ങൾക്ക് അല്ല. ബേബിച്ചാനെ ഒട്ടും കുറ്റം പറയത്തില്ല. ആര് വന്നില്ലെങ്കിൽ ബേബിച്ചാൻ വരുന്ന ആളാ. നമ്മളൊക്കെ ഇന്ന് കുഴപ്പമില്ല, എന്നാ പോയേക്കാം, ഇന്ന് പോകണ്ട, അങ്ങനെ ഇരിക്കുന്നവരാ. മനസ്സിലായോ? എന്ന് ഈ പ്രസംഗത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്കറിയാം, ഒരു പിടിയുമില്ല. ദൈവ ഭവനമായത്. ജീവനും ജീവൻ എന്തുവാ? നിത്യജീവൻ. ഭക്തി എന്താ? ഈ ക്രമീകരണം. ദൈവത്തോടുള്ള ഭക്തിയും ഭയവും വർദ്ധിക്കുവാൻ ദൈവം ഒരുക്കിയ സാഹചര്യമാ വചനം കേൾക്കണം, ആത്മാവിൽ ആരാധിക്കണം. മുൻപോട്ട് പോട്ടെ. യൂദ അവന് ചാൻസ് കിട്ടി കേട്ടോ, ഇല്ലയോ? അവന് ചാൻസ് കിട്ടി. ഇനി കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ചാൻസ് കിട്ടി. ഞാൻ പറഞ്ഞു, പത്രോസിന് ചാൻസ് കിട്ടിയില്ലയോ? രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റോ 30 വെള്ളിക്കാശ്, പുള്ളിക്ക് പൈസ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഈ പുള്ളിക്ക് 30 രൂപ കിട്ടി, ഇദ്ദേഹത്തിന് ഒരു പൈസയും കിട്ടിയില്ല. പക്ഷെ ഞാൻ അവനെ, യൂദായും പറഞ്ഞത് അങ്ങനെ, യൂദായുടെ ആക്ഷൻ അത് തന്നെയല്ലേ? ഇവന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. മറ്റൊരെന്തുവാ? ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അവന് ചാൻസ് കിട്ടിയെന്നേ. അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. അതാ പത്രോസിന്റെ വിജയം. ആ കോർട്ട് വിടുന്നതിന് മുമ്പ് അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു, എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറഞ്ഞല്ലോ. നാം പെർഫെക്റ്റ് അല്ലെങ്കിലും പെർഫെക്ഷന് വേണ്ടിയുള്ള ദൂത് കിട്ടുമ്പോൾ മടങ്ങി വാ, കടന്നു വരണം. Therefore come. വാ, എൻ്റെ അടുക്കിലേക്ക് വാ, ഓടിപ്പോകരുത്. പത്രോസേ, ഡോണ്ട് വറി. നീ മറ്റുള്ളവരെ കൊണ്ടോ അവരെ കൊണ്ടുപോലും മീൻ പിടിക്കാൻ പോയില്ലേ, സാരമില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അയ്യോ, ആ വിളി മാറ്റിയില്ല, എന്നെ ചായ വിളി മാറ്റിയില്ല. നമ്മൾ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്ന വിളിയുണ്ട്, സ്നേഹം കുറയുമ്പോൾ വിളിക്കുന്ന വിളിയുണ്ട്, സ്നേഹം ഇല്ലാതെ വിളിക്കുന്ന വിളിയുണ്ട്. അറിയാമോ? സ്നേഹം കൂടുമ്പോൾ എന്തെല്ലാം വിളിക്കും, എല്ലാം വിളിക്കും, അപ്പച്ചാന്ന് വരെ വിളിക്കും. പലരും വിളിക്കുന്നുണ്ട് ഈ വീട്ടിൽ കേട്ടോ, ഈ വീട്ടിലല്ല, ഈ സഭയിൽ. ഞാൻ അവരെ പറ്റിയൊന്നുമല്ല, അവർ അത്രയും വിളിച്ചാൽ പോരെന്ന് ഞാൻ പറയുന്നത്. അവർ വിളിക്കുമ്പോഴാണ് എനിക്ക് പ്രായമായെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അന്ന് വിളിച്ചാണ്ട് എന്നെക്കാളും 5-6 വയസ്സ് എളുപ്പാ. 5-6 അല്ലെന്നേ ഉള്ളൂ. ഇന്നും ബേബി ചായ എന്നാ വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? ആദ്യം കണ്ടവൻ വിളിച്ച അങ്ങനാ. അന്ന് ഞാൻ ഇച്ചോട് ചെറുപ്പമായിരുന്നു. അത് എന്ന് വിചാരിച്ചു വലിയ ആളെന്തോ അല്ല. വിളി മാറ്റരുത്, വിളി മാറ്റരുത്.
കുഞ്ഞുങ്ങളെ, അപ്പച്ചൻ അച്ചായനും അച്ചായൻ അവൻ ഇയാളും ആകരുത്. അതിനൊക്കെ നല്ല മാതൃകയല്ലയോ നമ്മുടെ ഗുരു. തള്ളിപ്പറഞ്ഞവരാ, അറിയുന്നില്ലെന്ന് പറഞ്ഞവരാ. മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോയി എങ്ങോട്ട്? മീൻ പിടിക്കാൻ. കുഞ്ഞുങ്ങളെ, ഏതെല്ലാം സാഹചര്യത്തിൽ കൂടിയാണോ അവനെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഗുരു കാണിച്ചു കൊടുത്തു. തീ കണ്ടു, അതിന്മേൽ വെച്ചിരിക്കുന്ന മീനെ കണ്ടു. തീ കണ്ടപ്പോൾ അങ്കലാ പാർക്ക്. പത്രോസിന് ഇതുപോലൊരു തീ അരക്കിയിരുന്നുണ്ടാ ഞാൻ അവനെ തള്ളി പറഞ്ഞത്. സാഹചര്യം ഒരുക്കി നമ്മുടെ അവസ്ഥ അറിയിക്കുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം. പിന്നൊരു ചോദ്യം, ഇവയെല്ലാറ്റിലേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല, നീ എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ സ്വയമായി ചോദിക്കുക, കർത്താവേ, അങ്ങനെ അകന്നുപോയ ഏതെങ്കിലും സാഹചര്യമുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുവാൻ. ലോർഡ് ഐ ലവ് യു. ഞാൻ ആ മെസ്സേജ് ഇവിടെ പറഞ്ഞുകൊണ്ട്, ലോർഡ് ഐ ലവ് യു. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് സാഹചര്യം അവന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ഗെത്സമനയിൽ വിയർപ്പ്, രക്തം വിയർപ്പ് തുള്ളി പോലെ ഹൃദയം പൊട്ടി അവൻ വേദനിച്ചു. എന്തുവാ? പാപഭാരം, ദൈവത്തിന്റെ ക്രോധത്തിന്റെ കപ്പ്. മാനവജാതിയെ ഓർത്തവൻ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോയ സമയം പോവും. കഴിഞ്ഞ ആഴ്ച എന്തെയാ? അടുത്ത് ശിഷ്യന്മാരുടെ അവസ്ഥ. നിങ്ങളിൽ ഒരുവൻ ആകെ കൺഫ്യൂഷനായി. ഞാനാണോ? എല്ലാവരുടെ ഉള്ളിൽ ഇപ്പം എന്തുവാ? കലങ്ങി എല്ലാവർക്കും. എന്നാലും ഇത്രയും മാസങ്ങൾ മുമ്പ് ഒന്നിച്ച് നടന്നിട്ട് ഈ ഗുരു പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അത് ഞാനാണോ? ചിന്തിച്ച തെറ്റില്ല. 2, ഞാൻ ഉയർത്തപ്പെട്ടാൽ അവന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. ആഹാ, ഇവൻ മരിക്കാൻ പോവുകയാന്നു. നമ്മുടെ ഹൃദയത്തോടടുത്തിരിക്കുന്നവര് അതുപോലൊരു സാഹചര്യം നമ്മൾ ഉള്ളം കലങ്ങത്തില്ലേ? ഇവർ കേവലം ശിഷ്യന്മാരാ. അവർക്ക് ഇത് വലിയ അപ്പോസ്തലന്മാരെന്നുള്ള വലിയ ഓർഡിനേഷൻ ഒന്നും കിട്ടിയില്ല ഇതുവരെ. അവർ കർത്താവിന് ശരിക്കും പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇവൻ ആരാന്ന് എന്നൊക്കെ ചോദിക്കാൻ കൊണ്ടിങ്ങോട്ടും ഒന്നുമല്ല. പക്ഷേ അവർ ഇതുവരെയും ഞാൻ പോവാ. മീനെ പിടിച്ചുകൊണ്ട് നല്ല ബിസിനസ്സായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് വലയും കളഞ്ഞ് എല്ലാം ഇറങ്ങി ഇപ്പം പറയുവാണ് ഞാൻ പോവാന്ന്. ഉള്ളം കലങ്ങുമോ? ആ സാഹചര്യത്തിലാ അവൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കഴിഞ്ഞ ആഴ്ച നിർത്തിയ ഭാഗം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പി. നിങ്ങളുടെ സാഹചര്യം മാറും, എന്നെ വിട്ടുമാറരുത്. ഇന്നത്തെ സിറ്റുവേഷൻ മാറും, എന്നിൽ വിശ്വസിക്കണം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ വായിപ്പിക്കുന്നില്ല. താഴോട്ട് നോക്കുമ്പോൾ വീണ്ടും 14 അവസാനം വരുന്നത് പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നേ. ഇനി എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ പ്രവൃത്തി കണ്ട് വിശ്വസിക്കണം. അത് എഴുതിയിട്ടുണ്ടോ അവിടെ? 14 ഉണ്ടല്ലോ, ആർക്കും കിട്ടിയില്ലയോ? 14:1 അതാ വായിച്ചത്. 14:11
ആ ആ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കണം. ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ചെയ്ത പ്രവൃത്തി നിമിത്തമെങ്കിലും വിശ്വസിക്കണം. എന്ത് പാപം ചെയ്ത പ്രവൃത്തി? 17-ാം അധ്യായം മഹാപൗരോഹിത്യ പ്രാർത്ഥനയാ. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. എന്തുവാ പ്രവൃത്തി? 61-ാം അധ്യായം എന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. അതാരെ പറ്റിയാ? എന്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടോ? എന്താ എങ്ങനെ ഇരിക്കുന്നത്? അല്ല, എളിയവരോട് രാജ്യത്തിന്റെ, സ്വർഗരാജ്യ ദൈവരാജ്യത്തിന്റെ സദ്വർത്തമാനം, സുവിശേഷം, ഇത് ഞാൻ ചെയ്തു നിങ്ങളുടെ മുൻപിൽ. അതാവന് നമ്മൾ വിചാരിക്കും, പിതാവ് അയച്ച പ്രവൃത്തി 3 പേരെ ഉയർപ്പിച്ചു. നോ, സ്വർഗത്തിലെ പ്ലാനിലുള്ളതല്ലത്. എന്നാൽ ഒരു ഭവനത്തിൽ ഒരു വിഷയം വന്നപ്പോൾ അവൻ ചെയ്തു. ആ യേശു ഇന്നും ചെയ്യും. പ്രവാചകൻ പറഞ്ഞ പ്രവൃത്തി എളിയവരോട് സദ്വർത്തമാനം, അല്ലെങ്കിൽ നല്ല വർത്തമാനം, അല്ലെങ്കിൽ സുവിശേഷം, ഇതറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ് നമ്മെ അഭിഷേകം ചെയ്തത്? ഒരു സഹോദരൻ എന്ന് പറഞ്ഞേ, അഭിഷേകം പ്രാപിച്ചാണോ? ആന്നേ, ഒന്നൊന്ന് പറഞ്ഞു കേൾപ്പിച്ച അതിനുവേണ്ടിയാണോ? നോ, അഭിഷേകം ചെയ്ത് സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയാ. അതാ പിതാവ് അയച്ച പ്രവൃത്തി. അടുത്തത് അതല്ലേ, വായിച്ചു. ആ ആ ആ ആ ഇതെല്ലാം ആ സുവിശേഷനകത്തുണ്ട്. ഉണ്ടോ? സുവിശേഷം ആ ബന്ധനം അഴിക്കുന്നത്, സുവിശേഷം ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, സുവിശേഷം ആ പ്രസാദ വർഷം കൊടുക്കുന്നത്, വചനമാ നിന്റെ ജീവിതം സന്തോഷം പകരുന്നത്. ഈ പ്രവൃത്തി ഞാൻ 3.5 വർഷം ചെയ്തില്ലേ? സ്വർഗരാജ്യത്തിന് സുവിശേഷം അറിയിച്ചില്ലേ? നിങ്ങൾ അതെങ്കിലും കണ്ട് എന്നെ വിശ്വസിക്കണം. ഇനി 14-12 വായിച്ച്. ഇപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി എന്തുവാ? നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഈ സോക്കോൾഡ് ന്യൂജൻ ഉണ്ടല്ലോ, കർത്താവ് 3 പേരെ ഉയർപ്പിച്ചു, നമ്മൾ കുറഞ്ഞത് 10 പേരെ ഉയർപ്പിക്കും. അതല്ല, ജനത്തെ വെറുതെ തെറ്റിക്കുക, പ്രോസ്പെരിറ്റിയും അതും ഇതുമൊക്കെ പറഞ്ഞ്. 4th ഡയമെൻഷൻ എന്നുള്ള പുസ്തകമുണ്ട്. ഇന്ന് യോഗിച്ചോ എങ്ങും ഇല്ല. യോഗിച്ചോ ശിശുവിടെ ഞാൻ മാനിക്കുന്നു, അങ്ങനെ ചിന്തിക്കരുത്. വിശ്വാസത്തിന് പോരാടിയ വ്യക്തിയാ. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു ചർച്ച ഈ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ചില ആശയങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിനക്ക് ആവശ്യമുള്ളത്, നിനക്ക് സുന്ദരനായ ഒരു ഭർത്താവിനെ വേണോ? നിങ്ങൾ 4th ഡയമെൻഷൻ വായിച്ചിട്ടുണ്ടോ? ഇമാജിൻ ചെയ്യണം സുന്ദരനായവനെ. ദൈവം കൊടുക്കുന്നതല്ല, പുള്ളിയുടെ ആവശ്യം. ഒരു നല്ല സ്തോത്രം പറഞ്ഞു. വിവാഹം കഴിക്കാനുള്ളവരോ എന്തെങ്കിലും ആഗ്രഹിച്ചോ, എനിക്കൊരു കുഴപ്പമില്ലേ. നിനക്കൊരു മേശ വേണോ? മേശ വേണമെന്ന് പ്രാർത്ഥിക്കാതെ മഹാഗണി തന്നെ വേണമെന്ന് പ്രാർത്ഥിക്കണം. അല്ല, അതിന് പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കണത്. അല്ല വേണം.
മേശ തന്നെ പോരാ, മിനിന്ന് വേണം. മഹാഗണി കൊണ്ടുള്ള മേശ വേണം. കളറുണ്ട് അതിനകത്ത്. ഞാനത് ആ വിഷയത്തിൽ ഞാൻ ആരംഭത്തിൽ വായിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ചൊരു പുസ്തകമാണ് കേട്ടോ. പക്ഷെ വാസ്തവം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടുവന്നപ്പോൾ ഇതൊന്നും അല്ല പ്രവൃത്തി. മഹാഗണി കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. മഹാഗണിയെ വേണമെന്ന് കണിയായിട്ട് പ്രാർത്ഥിക്കരുതെന്ന് മാത്രം. അത് പിന്നെ കണിയായിത്തീരും, മഹാഗണിയായിത്തീരും. ദൈവം ചെയ്ത നന്മകൾ, ദൈവം തരുന്ന നന്മകൾ എന്തായാലും മേടിച്ചു. പക്ഷെ എനിക്ക് ഇന്നിന്ന പ്രകാരം വേണമെന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല. തിരികെത്തൊത്തവണ്ണം തരണമേന്ന് പറയാനേ അധികാരമുള്ളൂ. പ്രവൃത്തി അതൊന്നുമല്ല. നീ പാവപ്പെട്ടവരായി വന്നു, ധനികനായി പോകും, അതല്ല പ്രവൃത്തി. വന്നപ്പോഴും പോയപ്പോഴും തലചായ്ക്കേണ്ടതില്ലായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കേണ്ടതില്ലായിരുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾ ഒരു തെറ്റുമില്ല കേട്ടോ. പക്ഷേ ദൈവഹിതത്തിനുള്ളത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവൂ. ഞാൻ പലപ്പോഴും പറയും, ഈ ഫണ്ട് റൈസിങ്ങും അതും ഇതൊക്കെ നല്ലതാ. പക്ഷെ ദൈവഹിതമില്ലാത്തവരെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിക്കരുത്. ഒരു പൈസ ദൈവരാജ്യത്തിന് കൊടുക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അവൻ ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ പോകുന്നതിന് പിന്നെ എന്തിനാ പ്രതിഫലം? ദൈവ പൈതലല്ലാത്തവന്റെ കയ്യിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു പൈസ മേടിക്കുവാൻ ആത്മീയൻ തുനിയരുത്. അവന് വേസ്റ്റാത്, നമുക്ക് പ്രയോജനമില്ല, കണിയായിത്തീരും. ഇതൊന്നുമല്ല പറയാൻ വന്നത്, എന്നാലും പറഞ്ഞു പോയി. പറയേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയണേ. ഹല്ലേലൂയ. എന്തുവാ ഇവന്റെ വലിയ പ്രവൃത്തി? ഇനി 12 വായിച്ചേ. ആ, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ആർ യു റെഡി ഫോർ ദാറ്റ്? ആരും മിണ്ടിയില്ലല്ലോ. ഇതുവരെ എന്തോ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ ചെയ്ത പ്രവൃത്തി എന്തുവാ? എളിയവരോട് അതിനകത്ത് എല്ലാമുണ്ട്. ഡെലിവറൻസും ഉണ്ട്, സമ്പത്തും ഉണ്ട്, പ്രോസ്പെരിറ്റി ഉണ്ട്, സക്സസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തി 12 വായിച്ച്. ആ, നിങ്ങൾ ചെയ്യും. ചെയ്യണ്ടായോ? ചെയ്യണോ വേണ്ടായോ? ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? വളരെ സന്തോഷമായി എനിക്ക്. കാരണം പെട്ടെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. നമ്മളിങ്ങനെ എന്താ സേവ എന്ന് ഇങ്ങനെ ഏന്തി പാടിക്കൊണ്ടിരിക്കുക, അല്ലാതെ എന്തോ. പാഷ് എന്താ പോകാത്തത്? പാഷ് പോകുന്നില്ല. എൻ്റെ ഉദ്യോഗം ഇതിനകത്ത് വരുന്നവരെ മെച്യൂരിറ്റി കൊണ്ടുവരാനാണ്. ഒരു ഇടയനും ഇതുവരെ പ്രസവിച്ചത് ലോക ചരിത്രത്തിലില്ല. ഹലോ, ഏതെങ്കിലും ഇടയൻ ആടുകളാണ് പ്രസവിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും നിലയിൽ ഒരാട്ടിനെ ഇങ്ങനെ കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ? അതാണ് അവൻ ചെയ്ത പ്രവൃത്തി ചെയ്യുന്നത്. സുവിശേഷ ഘോഷണം, അതിനകത്ത് വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, സന്തോഷമുണ്ട്,
സമാധാനമുണ്ട്. ഏതെല്ലാം സഭകൾ വളർന്നിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ ദൈവസഭയുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് കാണുന്ന സഭകളല്ല പറഞ്ഞത്, ദൈവസഭ. ആടുകൾ, വിശ്വാസികൾ പോയി കൊണ്ടുവന്ന സഭയാണ് വളർന്നുള്ളത്. ഈ സഭ ആ ദൗത്യം ഒന്ന് ഏറ്റെടുക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. ഒരു സ്വതന്ത്രം ഒന്ന് പറയാമോ? സൂക്ഷിച്ച് വേണം സ്വതന്ത്രം പറയാൻ. അടുത്തത് 12 വായിച്ചേ. എന്നാ 13 വായിച്ചേ. യു ക്ലെയിം ഇറ്റ്. ഈ ഒരു വാക്യം വായിച്ചോണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും അങ്ങോട്ട് ചോദിക്കേ, എന്തും തരുമെന്നേ. എന്തും തരും. ഏത് വേണം, വലിയ ബംഗ്ലാവ് വേണം, വലിയ, അങ്ങനെ പറയുന്നേ. അതല്ല, എൻ്റെ പ്രവൃത്തി ചെയ്യുന്നവന് വേണ്ടി. അതല്ലേ എൻ്റെ അർത്ഥം. എന്തോ എൻ്റെ പ്രവൃത്തി? സുവിശേഷീകരണം. എൻ്റെ അടുത്ത് പണ്ട് ഒരു സഹോദരൻ വന്നു. പക്ഷേ ഞാൻ അന്ന് പാസ്റ്റർ കൂടെ കൂടിയപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഇപ്പം ഫാമിലിയായി, എൻ്റെ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണേ. ശരി, ഞാൻ മക്കളാകാൻ സാധ്യതയുണ്ട്. പിന്നില്ലയോ? അപ്പോൾ എൻ്റെ കാര്യം വേണം, എൻ്റെ ഭാര്യയുടെ കാര്യം വേണം. ഇതൊക്കെ ആര് കൺസിഡർ ചെയ്യണം? മാത്യുമൻ. നമ്മൾ സുവിശേഷ വേലയ്ക്ക് വിളിച്ചപ്പോൾ പെണ്ണ് കെട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു ദൈവത്തിന്. വിവാഹിതരായാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ലായിരുന്നോ? അവരെ സ്കൂളിൽ വിടാൻ പ്രായമാകുമ്പോൾ അവർക്ക് ഫീസ് കൊടുക്കണമെന്ന് വിളിച്ചവൻ അറിയത്തില്ലായിരുന്നു. മനസ്സിലായ സ്വന്തം പറയണം. നിന്റെ ജീവിത ആരംഭത്തിൽ എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയാവുന്നവൻ, നിന്റെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് 48 വർഷമായി ശുശ്രൂഷയിലായിട്ട് ഇതുവരെയും ഒരു കുഞ്ഞിൻ്റെ മുമ്പിലും കൈ നീട്ടി തരണയെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പഴയ ട്രഷാറാ ഷെറിന് വിട്ടിട്ടുണ്ട്. ഷെറിൻ ഇതാ അങ്ങോട്ട് കൊണ്ട് ആരാന്ന്, ഇതാ ഈ ഇരിക്കുന്ന പുള്ളി. വിശ്വാസത്താൽ പോകുന്നൊരു പ്രസ്ഥാനമാ. എന്തുകൊണ്ട് എന്നെ പറയുക, എല്ലാവരും പോകുന്നുണ്ട്. അമേരിക്ക പാർട്സും പോകുന്നുണ്ട്. എല്ലാവർക്കും ട്വിൻ ടവർ ഉണ്ട്, പാർട്സും ഒരു ടവറും ഇല്ല. ടവർ ഇല്ലാത്തതിനാൽ സ്വതന്ത്രം ഭൂമി നിൽക്കാമല്ലോ. ഈ ചന്ദ്രൻപാൽ പറയുന്നു അങ്ങനെ പറയുന്നത്. അയ്യോ പറഞ്ഞില്ലയോ? എന്തിട്ടാ ഭാഷ അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? ഞാൻ ചന്ദ്രൻപാൽ വേറെ പേരെടുത്തേ ഉള്ളേ. പറഞ്ഞ മനസ്സിലെ നീ അവൻ അയച്ച പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നീ എന്തു പറഞ്ഞാലും അവൻ ചെയ്യും. അതാ അതിൻ്റെ അർത്ഥം. ഇനി 10 മിനിറ്റ് കൊടുക്കും. അതുകൊണ്ട് നിന്നെ പോലെ തന്നെ മോനെ ആരും ഇല്ലയോ? ഒരു മോനും മോളും ഒരു ആരാണ്? 15ാമത്തെ വാക്യം വന്നിട്ടേ, 14, 15, 16. അതറിയാം, അവിടെ ഉണ്ട്, സ്ലൈഡുണ്ട്. For we do not have a high priest who is unable to sympathize and understand our weaknesses. മനസ്സിലായോ? ഇതുവരെ അത് പറഞ്ഞതാ. നമ്മുടെ വീക്ക്നെസ് അവനറിയാം. നമ്മൾ രാത്രി ഉറങ്ങത്തേ ഇല്ല, പ്രാർത്ഥന തന്നെയാണെന്ന് പറഞ്ഞാലും അറിയുന്ന ഒരുവനുണ്ട്. നമ്മൾ ഇങ്ങനെ കൊടുത്താലും കാണുന്ന ഒരുവനുണ്ട്. ഞാൻ ചിലപ്പോൾ കണ്ടുണ്ട്, നമ്മൾ അടുത്തിരിക്കുന്നവരെ ഈ സഭായത്തിനല്ല കൺവെൻഷനൊക്കെ ഇത് വരുമ്പം ഇങ്ങനെ വെക്കും. ഇതിനകത്തൊന്നുമില്ല. ഇത് ആർക്ക് കൊടുക്കുന്നു, ആരെ കളിപ്പിക്കുന്നു? And the temptations
But one who has been tempted knowing exactly how it feels to be human. അതാണ് വിഷയം. നമ്മൾ ആരെന്നും നമ്മൾ എന്തെല്ലാം പറയുമെന്നും എവിടൊക്കെ നേരെ നിൽക്കുമെന്നും എവിടൊക്കെ വീക്കാകുമെന്നും അറിയുന്ന ഒരുവൻ. നമ്മുടെ ഹൃദയം വേദനിക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്നും നമ്മുടെ ഹൃദയം കലങ്ങുന്നത് എപ്പോഴാണെന്നും ട്രബിളാകുന്നത് എപ്പോഴാണെന്നും അറിയുന്ന ഈ ഭൂമിയിൽ ജീവിച്ച് അറിയുന്ന ഒരുവൻ. In every respect as we are, yet without sin. Therefore come. ആ 14-ാം അധ്യായ വാക്യമാണ് ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. Therefore let us with privilege. അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. ചിലർ പറയുന്നില്ലേ, I got the privilege to share the word today എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ശുശ്രൂഷനാണ്, നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എനിക്കൊരു പ്രസംഗിക്കാൻ ചാൻസ് തന്നു അല്ല അർത്ഥം. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്. God gave us a privilege to be called the children of God. അത് യൂസ് ചെയ്യണം. With the privilege approach the throne of grace. കൃപയുടെ ആസനത്തിനടുത്തേക്ക് വരണം. ഇത് പഴയ നിയമഭക്തന് ഇല്ലായിരുന്നു. പഴയ നിയമഭക്തന് ഇല്ലായിരുന്നു. With confidence without fear so that we may receive mercy for our failures and find His amazing grace to help in time of need. An appropriate blessing coming just at the right moment. നമുക്ക് ആവശ്യമുള്ള സമയത്ത്. ഇന്ന് പകൽ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടോ? അവരെയാ വിളിക്കുന്നത്. അവരെയാ വിളിക്കുന്നത്. ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? കം. ഒറ്റ ക്രൂശിനെ വഹിച്ച ഒരുവിൻ്റെ അടുക്കിലേക്ക് വരാൻ. നിന്ദിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കം. തുപ്പൽ മുഖത്ത് ഏറ്റവനാ പിടിക്കുന്നത്. പാളയത്തിന് പുറത്ത് നിന്ന അനുഭവിച്ചവൻ. Therefore come. ലോകത്ത് നമ്മൾ ഒരല്പം താണ നിലയിലാണെങ്കിൽ ഉയർന്ന നിലയിലുള്ളവൻ നമ്മളെ ഗവനിക്കത്തോലുമില്ല. ഇത് ലോകത്തിന് രക്ഷിതാവ് പറയുന്നത്. കം. ഒരുവൻ വഴിയിരിക്കുക. നമ്മുടെ താല്പര്യമാ. ഓർക്കുന്നുണ്ടോ? ഈ വാക്യം വായിച്ച് ഞാനൊരു പ്രസംഗിച്ചവിടെ ടോപ്പിക്ക് പറയാമോ ആർക്കെങ്കിലും? ഓൾ യു നീഡ് ഈസ് എ നീഡ്. നിനക്കാവശ്യമായിരിക്കുന്നത് ഒരാവശ്യമാണ്. ഓൾ യു നീഡ്. ആവശ്യക്കാരന് വേണ്ടി. അതാ ഞാൻ പറഞ്ഞത്. പിതാവ് അയച്ച പ്രവൃത്തി എളിയവരോട് സദ്വർത്തമാനം. പക്ഷേ അപ്പനും അമ്മയും ഇല്ലാത്തൊരു വീട്ടിൽ രണ്ട് സഹോദരന്മാർ ഹൃദയം കലങ്ങി നൊന്തപ്പോൾ ആ കുഞ്ഞു സഹോദരനെ അവർക്ക് മടങ്ങി കൊടുത്തു. ആവശ്യക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ബൈബിളിൽ വാക്യമുണ്ട്, രോഗസൗഖ്യം ആവശ്യമുള്ളവരെ അവൻ സൗഖ്യമാക്കിയത്. ആവശ്യക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ഒരു പള്ളി പ്രമാണി വന്ന കാൽക്കൽ വീണു. എന്റെ വീട്ടിലൊന്നും അന്നേരം കുഞ്ഞ് മരിച്ചിട്ടില്ല. അവന്റെ പ്രമാണിത്വവും അവന്റെ കമ്മ്യൂണിറ്റിയിലെ സ്ഥാനമെല്ലാം മറന്ന് നസ്രയന്റെ കാൽക്കൽ വീണു. അവൻ അവനോട് കൂടെ പോയി. എനിക്ക് വലിയ ഇഷ്ടമാണ് വാക്യം. അവൻ ആരോട് കൂടെ പോയി? ഹൃദയം തകർന്ന ഒരുവന്റെ കൂടെ.
ആ പോയ വഴിക്കാണ് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നത് അവൻ കണ്ടത്. അവനോട് കൂടെ നടന്നു നോക്കിയാൽ കാണാൻ അവൻ ഒത്തിരി കാര്യം കാണിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്നു, ബാല മരിച്ചുപോയി. നമ്മളാണെങ്കിൽ ആട്ടെ നല്ല അത് ചെയ്യട്ടെ, ഞാൻ പോവാണ്, കാരണം നമ്മുടെ കാര്യം പോയില്ലയോ. യേശു പറഞ്ഞു ഇങ്ങി വന്ന് കമ്മി, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനവിടെ ചെന്നു. കരയുന്നവരവിടെയുണ്ട്. യഹൂദന്റെ പാരമ്പര്യം കൂലിക്ക് കരയുന്നവർ. നടുവേ അകത്തോട്ട് ചെന്നു, ബാല എഴുന്നേൽക്ക. അതവൻ്റെ പ്രവൃത്തിയല്ല, ഹൃദയ നുറുങ്ങിയവർക്ക് വേണ്ടി അവൻ ചെയ്ത പ്രവൃത്തിയാണ്, ആവശ്യക്കാരന് വേണ്ടി. ഒരുവിധയ്ക്ക് ഒരു മകനേ ഉള്ളൂ, അത് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പറയാൻ ഈസിയാണെങ്കിലും ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരുവൻ. 2 കാര്യം യേശു ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാൻ നോക്കിയതിൽ, എനിക്കറിയത്തില്ല വേറെ ആളുമായിരിക്കും. 1, അവൻ പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചിട്ടില്ല. 2, അവൻ ഫ്യൂണറൽ സർവീസിന് പോയിട്ടില്ല. അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജീവൻ വ്യാപരിച്ചിട്ടുണ്ട്. ഒരുവൻ അന്ധനായി വഴിയിരിക്കുന്നു, അവന് വേണ്ടി മാത്രം പോയത് വഴി. ആരെന്നറിയാമോ? ഭർത്തിമായി. അവൻ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര, ചെവി കേൾക്കാം, കണ്ണ് കാണത്തില്ലെങ്കിലും കേട്ടത് വിശ്വാസമായി പരിണമിച്ചു. അതാ ബൈബിൾ പറയുന്നത്. വചനം കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? വിശ്വാസമായി പരിണമിക്കണം. എന്നിട്ട് വിശ്വസിച്ച് സംസാരിക്കണം. ദാവീദ് പുത്ര എന്ന് ആർക്കും കിട്ടാത്ത വെളിപ്പാട് അവന് കിട്ടി. ഉറക്കെ വിളിച്ചു. എല്ലാവരും അവനെ ഇരുത്താൻ നോക്കി, അവനിരുന്നില്ല. കാരണം ചാൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ, നാളെ ഈ ചാൻസ് കിട്ടിയെന്ന് വരികയില്ല. ഒരു സ്വതന്ത്രം പറയാമോ? അവനെ ഇത് മാറ്റിയത്. ചാൻസ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അറിയാം, മിണ്ടരുത്, ഇതാരാ പോകുന്നറിയാമോ? നസ്രയത്തിലെ തച്ചനാ, യേശുവാ, അതുകൊണ്ട് നിന്റെ പണി ഭിക്ഷയാചിക്കുന്നത്, നീ അവിടെ ഇരിക്ക്. ഇവർക്കിതൊക്കെ പറയാം, അഭിപ്രായം പറയുന്നതിന് ഒത്തിരി കിട്ടും. പക്ഷെ എനിക്കറിയാം ഇവൻ ആരാന്ന്. ദാവീദ് പുത്രനാ. അതിൻ്റെ അർത്ഥം എന്തുവാ? യഹൂദൻ നോക്കിയിരുന്ന മശിഹായവൻ. ഇത്ര വെളിപ്പാട് കിട്ടും ഒരു അന്ധന്. അവനോടൊരു ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി ആവശ്യക്കാരനാണോ നീ? യേശുവിന് അറിയത്തില്ല ഇവൻ അന്ധനാണെന്ന്, അറിയാമെന്ന്. പക്ഷെ എന്തിനാ ഈ ചോദ്യം ചോദിച്ചത്? ആർ യു എ നീഡി പേഴ്സൺ? അവൻ പറയാ, യെസ്, എല്ലാവർക്കും വീടില്ല, എനിക്കൊരു വീട് വെച്ച് തരണം. ഇതാണ് പറഞ്ഞേ. കാഴ്ച വേണം. എന്താ കാര്യം? ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതല്ലയോ ആ വാക്കിൻ്റെ അർത്ഥം? ഓ മക്കളെ, ഇങ്ങോട്ടൊന്ന് വന്ന് ആരും വരുന്ന പോലും ഇല്ല ഇന്ന്. ഇതൊക്കെ മൂളിപ്പിച്ചേ, ഒരു സന്തോഷം വരട്ടെ എല്ലാവർക്കും. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നേ. ഇച്ചിരി പൈസ തന്നാ മതിയോ? നോ 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 നോ. 2 വീടോ ഒരു കാറോ തട്ടെ? നോ 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 നോ. ഐ വാണ്ട് ടു സീ യു. നിങ്ങൾ അതിന്റെ ആഴമൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാ
അങ്ങനെയാണെങ്കിൽ ആവശ്യക്കാരന് വേണ്ടി തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്? രണ്ട് മിനിറ്റ് കൂടെ. 38 വർഷം കുളക്കരയില ബെത്സ്ദ. 38 വർഷം. യേശുവിനേക്കാൾ സീനിയറാ. യേശുവിന് 31 ആയുള്ളൂ, അല്ല 32 എത്ര? 38 വർഷമാ. ഈ പുള്ളി വിടുതൽ കേട്ടങ്ങ് മാക്സ് ലുക്കാഡോ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. ഹി സ്റ്റിൽ മൂവ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് മാക്സ് ലുക്കാഡോ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പം അവിടുത്തെ സീനിയറാ. ഈ വിടുതൽ കേട്ട് വിടുതൽ ഇപ്പം പുള്ളിക്ക് വിടുതലൊന്നും വിഷയമല്ല, പുതുതായിട്ട് വരുന്നവരെ ഇരുത്തുന്ന ആ വിഷയം. എന്താ അസുഖം? ഇവിടെ കിടക്കാൻ. ഇയാൾക്ക് എന്താ അസുഖം? അവിടെ ഇരിക്കാൻ. ഈ പുള്ളിക്ക് എന്തുവാ? ഗുരു ചോദിച്ചേട്ടനോ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തുവാ അവന്റെ അസുഖം? മനസ്സില്ല. അതൊരസുഖമാ. അതാ വലിയ അസുഖം. ഒന്ന് കൈകൊട്ടി പാടിക്ക, മനസ്സില്ല. എന്നാലും മുഖത്തൊരു പ്രസാദം, മനസ്സില്ലെന്നേ. ഇത് വലിയ അസുഖമാ. എന്താ ഒരു 10 സ്തോത്രം മനസ്സില്ല. എന്തുവാ വിഷയം അറിഞ്ഞ് അവിടെ പിടിക്കുന്നവനവൻ. ഇങ്ങനെ പറഞ്ഞാൽ മതി, ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ വെച്ചാൽ കിട്ടുന്നത്, ഇവിടെ വെച്ചാൽ കിട്ടുന്നത്, അതും അറിയാം. നമ്മുടെ അവസ്ഥ അറിയാവുന്നു. ചെല്ലേണ്ടവന്റെ അടുത്ത് ചെന്നാൽ ചികിത്സിക്കേണ്ടതുപോലെ ചികിത്സിക്കും. നിനക്ക് മനസ്സുണ്ടോ? ചോദ്യം. എനിക്കാരുമില്ല. അതും അവനറിയാം. നീ 38 വർഷം അവിടെ ഇരിക്കുന്നതാണ്. യേശു കണ്ടു. വായിക്കണ്ട. യേശു കണ്ടു, യേശു അറിഞ്ഞു. ഇത് പോരായോ? ആര് കണ്ടില്ലെങ്കിൽ എന്താ, ആരും അറിഞ്ഞില്ലെങ്കിൽ എന്താ? കംപ്ലൈന്റ് പറയരുത്. യേശു കണ്ടു, യേശു അറിഞ്ഞു. 38 വർഷമായെന്ന് കിടക്കുന്നവൻ യേശു കണ്ടു. ഇവൻ 38 വർഷമായെന്ന് അവൻ അറിഞ്ഞു. ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? കിടക്ക വിട്ട് എഴുന്നേറ്റു. ഒന്ന് എഴുന്നേൽക്കാം. നിന്റെ വിഷയം അറിയാവുന്നവൻ, നിന്റെ ഭാരം അറിയാവുന്നവൻ, നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിയാവുന്നവൻ, മനം കലങ്ങിയ അവസ്ഥ അറിയാവുന്നവൻ, നിന്റെ മനസ്സിന്റെ ചിന്തകൾ അറിയാവുന്നവൻ, ഹൃദയത്തിന്റെ ഭാരം അറിയാവുന്നവൻ. അവൻ പറയുന്നത് കേൾക്കണോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്. ഇളകി മറിയുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്. എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. കുറച്ച് കഴിയുമ്പോഴേ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. കുറച്ച് കഴിയുമ്പോഴേ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിങ്ങൾ ഒളിച്ചോടേണ്ട സാഹചര്യം വരും. ഭവനത്തിൽ പ്രവേശനമില്ലാത്ത സിറ്റുവേഷൻ വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. എത്ര പ്രത്യാശയുടെ വചനമാണല്ലയോ? All you need is a need. നിനക്ക് ആവശ്യമായിരിക്കുന്നു ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിൽ, നിന്റെ സാഹചര്യത്തിൽ മധ്യേ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരുവൻ അവന്റെ അടുക്കലേക്ക് കൃപയുടെ ആസനത്തിലേക്ക് വരാം. Therefore come
അതുകൊണ്ട് വരിക. ആരെ വിളിക്കുന്നത്? താൻ തെരഞ്ഞെടുത്ത ജനത്തോട് പറയുക, ഇന്നു പകൽ നാമാവൻ. ഒന്ന് പറയാമോ? സ്നേഹിതരെ വരും വെടിഞ്ഞ. അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരെ വരും വെടിഞ്ഞ. അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തങ്കരത്താ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തങ്കരത്താ. നന്നായി നടത്തും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. പരയിൽ നടന്നതൻ ശരണം നിങ്ങൾക്കരുളും ശാശ്വത ശരണം. ഹരയിൽ നടന്നതൻ ശരണം നിങ്ങൾക്കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ നാമേ. വരുവൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ. പരിശോധനകൾ വരികൾ മനം പതരാതാശ്രയിച്ചിടുകൾ. പരിശോധനകൾ വരികൾ മനം പതരാതാശ്രയിച്ചിടുകൾ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകൾ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകൾ. വീരവേ വീരകൾ തീരും സകലവും ശുഭമാ. വീരവേ വീരകൾ തീരും സകലവും ശുഭമാ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. സ്നേഹിതരെ വരും വെടിഞ്ഞ. അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരെ വരും വെടിഞ്ഞ. അതു യേശുവിൻ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തങ്കരത്താ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തങ്കരത്താ. നടത്തും വീട്ടിൽ ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ല അരികിൽ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ല
രുചിച്ചറിവൻ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്ത് അറിയും. നാമിനങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്ത് അറിയും. നാമേ ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. നാമേ ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. വരുവൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. വരുവൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. നാമേ വരുവൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവേ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. വരുവൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. വരുവൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. ആമേൻ. ഓ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അങ്ങയുടെ അടുക്കിലേക്ക് ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം തന്നതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ കൃപകളെ രുചിച്ചറിയുവാൻ, അങ്ങയുടെ കരുണയെ, അങ്ങയുടെ വിശ്വസ്തതയെ, അങ്ങയുടെ സ്നേഹത്തെ അറിയുവാൻ ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഭയം കൂടാതെ ധൈര്യത്തോടെ കടന്നു വരുവാൻ ഓ കൃപ തന്നതിനായി ഭാഗ്യം തന്നതിനായി നന്ദി കർത്താവേ. Come. Do you need any mercy? Come. You need favor or grace? Come. നിന്റെ ജീവിതത്തിൽ വേറെ ഒരു വ്യക്തിയുമില്ല ഇങ്ങനെ വിളിക്കുന്നത്. നിന്നെ വീണ്ടെടുത്തവൻ, നിനക്ക് വേണ്ടി വില കൊടുത്തവൻ, കാൽവറിയിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടവൻ, നിന്റെ ഹൃദയത്തിലെ വേദന അറിയുന്നവൻ. Come. അങ്ങോട്ട് ചെല്ല്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ ഇങ്ങ് വിളിക്ക്. ഇന്ന് പകൽ അവൻ പറയുന്നു, അവനെ ഇങ്ങ് വിളിക്ക്. ആ വ്യക്തി ആരെന്ന് നിങ്ങൾക്കറിയാം. പ്രാർത്ഥിക്കാൻ പോവുക. മുൻപോട്ട് ആരും വരണ്ട, കൈപ്പൊക്കുകയും വേണ്ട. വിഷയം അറിയുന്ന ഒരുവൻ ഇവിടെയുണ്ട്. ദൈവമേ, കരുണയാവശ്യമുള്ളവർ ഇവിടെയുണ്ട്, കൃപയാവശ്യമുള്ളവർ ഇവിടെയുണ്ട്, ഹെൽപ്പ്, സഹായം ആവശ്യമുള്ളവർ. ആരോടും പറയാതെ വെന്തു നീറുന്ന ഹൃദയവുമായി കലങ്ങിയ ഹൃദയങ്ങൾ ഇവിടെയുണ്ട്. അവരോടല്ലേ നീ പറഞ്ഞത്, കം.
അവസാനം വരെയും സ്നേഹിക്കുന്ന ഒരുവൻ. യേശുവേ, ഹൃദയങ്ങളെ കണ്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭയെ ഒന്നിയെന്ന് വിടുതൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ സുവിശേഷത്തിന്റെ ആധാരമാക്കി ഞങ്ങൾ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനം അഴിയട്ടെ, ചങ്ങല പൊട്ടട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ദൈവപ്രവൃത്തി ബലപ്പെടട്ടെ, ദൈവകരം ചലിക്കട്ടെ, രോഗം സൗഖ്യമാകട്ടെ. നീ അങ്ങനെ ചെയ്തതിനാൽ കർത്താവിനെ സ്തുതിക്കാമോ? വചനത്തെ ധ്യാനിച്ച പ്രിയ പാപ്പച്ചാൻ പ്രാർത്ഥനയെ സഹായിച്ചാട്ടെ.